Man, what man? So he came. ഇന്ന് വന്നു. വന്നിട്ട് കുറേ ദിവസമായി. ക്വാറന്റൈനിലായിരുന്നു. സെല്ല് കിട്ടിയിട്ട് 2-3 ദിവസമായുള്ളൂ. എവിടെ? ജിയിൽ. ഗുഡ്. കം കം. ഏതായാലും ഭാഷ പഠിച്ചു അല്ലേ? 8 മാസം കഴിഞ്ഞില്ലേ. How do you survive without learning the language? How could you know that I was here? Here, in the manufacturing? I know. So, എന്നെ കാണാൻ തന്നെ നീ വന്നു? ഓ, അവൾ പിടിച്ചതോ ഓർ നീ പിടിച്ചതോ? ഞാൻ പിടിച്ചത്. പിടിച്ചതല്ല, പിടിപ്പിച്ചത്. How? It was simple. മുമ്പ് എന്നെ ചതച്ച ഒരു സബ് ഇൻസ്പെക്ടറെ പിടിച്ച് ശരിക്കൊന്ന് കൈകാര്യം ചെയ്തു. അയാളുടെ 2 പല്ല് പോയി കിട്ടി. ഫിസിക്കൽ അസോൾട്ട് ഇൻഫ്ലിക്റ്റിംഗ് സീരിയസ് ഇഞ്ചുറീസ്. സെക്ഷൻ 332. ഇറ്റ് വാസ് സ്മൂത്ത്. നീ പറഞ്ഞിട്ടാ ഞാൻ വന്നത്. I know. Then ക്യാഷ് അറേഞ്ച് ചെയ്യും. ചെയ്താൽ ഞാൻ നിന്നെ പുറത്തു കൊണ്ടുപോകാം, ആസ് ഐ പ്രോമിസ്ഡ്. You are sure? I am sure. It's my word. I'll save you. I will. പക്ഷേ you'll have to arrange the cash within 5 months, before October. ഫാബിയൻ റെമിറസ്. ഫാബിയനെ ഞാൻ കാണുന്നത് 8 മാസം മുൻപാണ്. അവൻ സെല്ലിലേക്ക് മാറി വന്നതിൻ്റെ പിറ്റേ ദിവസം. അന്ന് എൻ്റെ ശിക്ഷ തീരാൻ തുടങ്ങിയായിരുന്നു. 5 കൊല്ലം അവസാനിക്കാറാവുന്നു. സത്യത്തിൽ എൻ്റെ ശിക്ഷ 7 കൊല്ലത്തേക്കായിരുന്നു. എൻ്റെ പേരിലുള്ള കുറ്റം കൊലപാതകമായിരുന്നു. 1 കൊലയല്ല, 3 കൊല. പക്ഷെ 3നും തെളിവില്ലായിരുന്നു. 1 മാത്രം സാഹചര്യ തെളിവ്. അതുകൊണ്ട് എനിക്ക് തൂക്കോ ജീവപര്യന്തമോ കിട്ടിയില്ല. 304-ാം വകുപ്പ്, 7 കൊല്ലം. ഞാൻ നല്ല കുട്ടിയായതുകൊണ്ട് എനിക്ക് നല്ല നടപ്പിൻ്റെ സൗജന്യം കിട്ടി. 2 കൊല്ലം ഇളവ്. അങ്ങനെ 5-ാം കൊല്ലം എന്നെ വിടാൻ ഓർഡറായി. അല്ലെങ്കിൽ തന്നെ ജയിലിൽ നിന്ന് പോരുന്നതിന് തൊട്ടു മുമ്പുള്ള 1 മാസം സുഖമാണ്. തുറന്നു വിട്ടതുപോലെയാ. വല്ലാത്തൊരു സ്വാതന്ത്ര്യമാണ് ആ നേരത്ത്. എല്ലാവർക്കും ഇഷ്ടം. സ്വാതന്ത്ര്യം കൈയകലത്തെത്തുന്നു എന്ന് കണ്ടപ്പോൾ എനിക്കും വല്ലാതെ സമാധാനം തോന്നി. ഇനിയിപ്പോ എന്താ, പഴയ ബിസിനസ്സിലേക്ക് തന്നെ തിരിച്ചു പോകുന്നോ അതോ? ഒന്നും തീരുമാനിച്ചിട്ടില്ല സാർ. 5 കൊല്ലം എന്ന് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ മാറിക്കാണുകയില്ലേ. ഇനിയിപ്പോ നാട്ടുകാര് പണ്ടെന്നെ കണ്ടതുപോലെ തന്നെ ആയിരിക്കുമോ കാണുന്നത്, അതോ ഇനി? ഒന്നുമില്ലടോ, താൻ കുഴപ്പക്കാരനല്ല എന്ന് അവർക്കൊക്കെ അറിയാം. ചെന്ന് നോക്കിയാലേ പറയാൻ പറ്റൂ. ശരിയാകുന്നില്ലെന്ന് കണ്ടാൽ വേറെ എങ്ങോട്ടെങ്കിലും മാറണം. സ്ഥലം വിടാനൊന്നും പോകണ്ട. ഇനിയും ഉണ്ടല്ലോ 10-12 ദിവസം. ആലോചിക്കുമ്പോ ഇതിനിടയ്ക്ക് വേറൊരു വഴി കിട്ടും. എന്തോ. ആരാടോ? ആ സായിപ്പാണോ? അതെ സർ. വയലന്റ് ആണ്? അതെ സർ. പിടിച്ചു പൊട്ടാൻ നോക്കിയിട്ട് ആരെ അടുപ്പിക്കുന്നില്ല. നോക്കി നിൽക്കാതെ പിടിച്ചു കേട്ടവന്. ഒറ്റമുറി കൊണ്ടുവയ്ക്കേ. ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. ലൈഫാ ഇന്നിങ്ങോട്ട് വന്നേ ഉള്ളൂ, അതിന്റെ ബഹളമാ. ആരായാലും സ്വല്പം ബഹളം വെച്ചു പോകും സാർ. ഇനി 14 കൊല്ലം ഇതിനകത്ത് എന്ന് ഓർക്കുമ്പോ. സായിപ്പ് എന്ത് കുസൃതിയാ കാണിച്ചത്? മറ്റത് തന്നെ, ഡ്രഗ്. കണ്ടപ്പോ തോന്നി. 3 കോടി രൂപയുടെ സാധനമാ അവന്റെ കയ്യിൽ. കൊച്ചിയിലെ ബോൾഗാട്ടിക്കടുത്ത് നിന്ന് പൊക്കുമ്പം. എന്റെ അമ്മോ.
ഹെറായിനും കറുപ്പും മറ്റ് സകല വേണ്ടാദിനങ്ങളും ഉണ്ടായിരുന്നു. പിടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ കള്ള പാസ്പോർട്ട്, ചീറ്റിങ്, ആ വകുപ്പിൽപ്പെട്ട സകല കേസ്. കിടക്ക് 14 കൊല്ലം. എന്താ ഇഷ്ടായി കാറ്റിക്കൂട്ടണേ? കണ്ണി കണ്ടൊക്കെ അടിച്ചിട്ടേ ഇരുന്ന് തൂങ്ങിയാണ്ടല്ലോ ചോറിൽ കല്ല് കാണും. ഞാൻ പറഞ്ഞു കൊടുക്കും സായിപ്പ അരിച്ചെന്ന്. എന്താ? ഒന്നാമത് ഈ അഹിന്ദുക്കളെ ഈ പാചകമായിട്ട് ബന്ധപ്പെടുത്തു തന്നെ ഒരുതരം അസന്മാർഗ പ്രവൃത്തിയാ. എന്ന് തുറന്നു വിട്ടു. ഇന്നലെ അതല്ലേ കഷ്ടം. അതിലിപ്പോ എന്താ ഇത്ര കഷ്ടം? 5 ദിവസം പിടിച്ച് കെട്ടിടുക. കുറെ നാളത്തെ കിട്ടൂടെ? എന്തിനാ 5 ദിവസം ആക്കണേ? പിന്നെ എത്ര 5 ആഴ്ച ആക്കണം? 5 മാസാക്കിയ എന്താ മുഷിയോ? അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാ ഈ മാസക്കണക്ക്? ഒരു കൊല്ലത്തേക്ക് അങ്ങ് ഇട്ടൂടെ? പിന്നെയും കിടക്കല്ലേ 13 കൊല്ലം. എന്റെ ഗുരുവായൂരപ്പാ, ഈ അസുരന്മാരെ ഇടന്ന് എത്രയും വേഗം എന്നെ രക്ഷപ്പെടുത്തി തരണേ. അല്ല, അപ്പോ തിരുമേനിയുടെ കാര്യോ? അസുരനല്ലെങ്കിൽ പിന്നെ ആരാ? ദേവനാ? അത് ഇതുപോലെയാ. പിന്നല്ലാതെ ഇതും മോഷണം അതും മോഷണം. അങ്ങനെ പറഞ്ഞാ എങ്ങനെ ശരിയാവണേ? എന്താ ശരിയായാലേ? മയക്കുപൊടി മോഷിച്ചോണ്ട് പോണ പോലെയാണോ ഭഗവാന്റെ വിഗ്രഹം മോഷിച്ചോണ്ട് പോണത്? രണ്ടും ഒരുപോലെയാണോ പറയണേ? മയക്കുപൊടിയും ഭഗവാനും. എന്റെ കൃഷ്ണ, കള്ളന്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോ രണ്ടും ഒരുപോലെ അല്ലേ? അത് താൻ പറഞ്ഞ് ശരിയാന്ന് ഞാൻ തോന്നണേ. ഹലോ, What are you saying? ഏയ് നത്തിങ്. പറഞ്ഞു കൊടുക്കട്ടാ. എന്നിട്ട് വേണം ഇനി അയാൾക്ക് എന്നോടൊരു ശത്രുതയാവാൻ. വേണ്ട ഇവിടെ ഇപ്പൊ തന്റെ ഒരു പരിഭാഷ. What is he? തിരുമേനി, he steals gods. What? Deities, idols of temples. Oh, yeah, I know. Great man, great man. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വല്ല വിദേശികൾക്ക് പറഞ്ഞു കൊടുത്തോളൂ. എന്നിട്ട് വേണം ഇവിടെ ഉള്ളവരുടെ കഞ്ഞിയിൽ പാറ്റ വീഴ്ത്താൻ. Man, when are you going? Only 2 more days. Lucky. I am sad that you are going. Because you are my only friend here. I am sad. I want to go out. I want to fly off. Take me with you. I mean, you know my problem. Yeah, I understand. See, Fabian, I can save you. I will save you. I have been here for the past 5 years. I know every nook and corner of this place. And then I'm in their good books. Yeah, I know. If you give me money, I'll help you to go out. Can you? Really? Yeah, I can. Okay. I'll give you money. Sure? Sure. How much? 1 lakh rupees. 2, No. 3, Go up. 4, 5 lakhs. Agreed. I take you out for 5 lakhs. When? Not this time. I have no time to plan this time. I go and come back. But will you? Yeah, I will. I will come back and save you.
നല്ല ഉശിരായിട്ട് വെട്ടിന്. എന്താണ് അവിടെ നോക്കിക്കുന്നേ? വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് 1 രൂപ 20 പൈസ അങ്ങോട്ട് വാങ്ങിക്കേണ്ടതാ. ആ എക്സ്ക്യൂസ് മീ, ആ അപ്പോ ഇവർക്ക് 1 രൂപ 20 പൈസയാണ് ഒരു ദിവസത്തെ വേതനം? എന്നൊന്നുമില്ല. അതായത് 1 രൂപ മൂലം മേപ്പോട്ടുണ്ട്. എത്ര വരെ? 1.20, 1.30. കിച്ചണ ജോലി ചെയ്യുന്നവർക്കല്ല 1.30. അങ്ങനെ 2 രൂപ വരെ ഉണ്ട്. ആ മാനുഫാക്ചറിംഗ് പണിയുന്നവന്മാർക്ക് 2 രൂപ. Nothing. I just slipped. കൈ മുറിഞ്ഞിട്ടുണ്ട്. I was working there. Slipped. Fell here. This fell here on top of me. I am all right. ആൾ റൈറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല. നടക്ക് കൊണ്ടുപോയി വെച്ച് കെട്ടണം. Morning, sir. You're okay now. Okay. Perfectly okay. Man, I wanted to ask you something. That day, I saw something coming and hitting at my Picasso. I saw it. I heard it. Kning. It was you, huh? You only threw it. Yeah. You never wanted me to go like that. Ale? Karanam, because you wanted the cash. Sariyo? That's right. പിന്നെ നീ എന്നാ കാണിച്ചത് വാസ് ഫൂളിഷ്. എങ്ങാനും കണ്ടുപിടിക്കപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ ഒരിക്കലും നിന്നെ പുറത്തു വിടില്ലായിരുന്നു. യു വിൽ ബി വാച്ച് ത്രൂ ഔട്ട്. അങ്ങനെ വന്നാൽ നമ്മുടെ മിഷൻ നടക്കാതെ പോകും. Yes, yes. I like you. I like you more. Because you are frank. See you.